ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഇക്ക പോയിട്ട് കണിക്കൊന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൂടെ നമ്മുടെ ബസ്സിൽ സ്ഥിരം വരുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ അലങ്കരിച്ച് സെറ്റ് ചെയ്ത് ആദ്യത്തെ ട്രിപ്പ് വരികയാണ് പാണത്തൂർക്ക്. അപ്പോൾ എനിക്കും അഫിക്കുന്ന ഇരിക്കുന്നതൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ടും വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അജ്മീർ കൊണ്ടുവിട്ടു കേട്ടോ, ടൗൺ വരെ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് പാണത്തൂർക്ക് പോവുകയാണ്. അപ്പോൾ കറക്റ്റ് ബസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഫുള്ള് ചന്ദനമൊക്കെ ആക്കി നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണിയൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പൂവൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന്, അതൊക്കെ മാലയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബസ്സിൽ പുറമേ നിന്നുള്ള വരുന്ന ഒരു ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അതുപോലെ ഡ്രൈവ് ചെയ്യണതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ പാണത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നിന്നും ബസ് നിർത്തിയിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അലങ്കരിച്ചേക്കുന്നത്. കണിക്കൊന്നൊക്കെ അതേ തൂക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കൃഷ്ണൻ്റെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് അതിന് മുമ്പിൽ ഉണ്ണിയപ്പവും ഫ്രൂട്ട്സും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ കറക്റ്റ് 9 മണിക്കാണ് അവിടെ നിന്ന് ബസ് വിടുന്നത്. അങ്ങനെ തന്നെ നമ്മൾ അതിന് തന്നെ വന്നിട്ട് ബളാന്തോട് ഇറങ്ങി. പിന്നെ ഞങ്ങളവിടെ വിട്ടിട്ട് ഇക്കങ്ങ് പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ഒരു പണി ചെയ്യാതെയാണ് പോയത്. വന്നിട്ട് ഉടനെ തന്നെ അരി ഇട്ടു. പിന്നെ ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചു. പിന്നെ ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ വേറെ കടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്ക ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയാക്കി. പിന്നെ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്ത് ജസ്റ്റ് തോരൻ വെച്ചു കിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു, അത് അജ്മീർ കുറച്ച് സവോളയും അതുപോലെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് വഴറ്റി അതും റെഡിയാക്കി എടുത്തു. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. കാരണം ബസ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ഇവിടെ നിന്ന് കൊടുക്കണമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീഡിയോ പോകാൻ പാകത്തിന് അതൊന്ന് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഈ കുക്കിങ്ങിലേക്ക് കടന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അങ്ങനെ ഇതേ എല്ലാം റെഡിയായി. ഒരു 3 പൊതി കിട്ടിയിട്ടുണ്ട്. പിന്നെ അഫിയുടെ ലഞ്ച് ബോക്സിലാണ് ആ ഒരു കറിയൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. മീറും അഫിയും കൂടിയിട്ടാണ് കേട്ടോ കൊണ്ട് കൊടുത്തത്. അങ്ങനെ കറക്റ്റ് 1:50 ആകുമ്പോഴത്തേക്കും നമ്മുടെ പനത്തടിയിൽ ബസ് വരും. അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ കുട്ടികളാണല്ലോ ഈ ബേക്കറി അതും ഇതെല്ലാം കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട സോഫയിലും സെറ്റിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട്, സാധാരണ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എന്ത് പണിക്കും പോകാറുള്ളൂ. പക്ഷേ ഇന്നിപ്പം തിരക്കായതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. കാരണം അതിനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല. അതിനുശേഷം പിന്നെ തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ഇതാണ് നമ്മൾ കഴിഞ്ഞ സൂറൂസിന് പോയപ്പോൾ വാങ്ങിയത്. അത് ഞാനൊന്ന് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണങ്ങി കിട്ടിയപ്പോഴത്തേക്ക് ഓയിലൊക്കെ അതിൽ ഒഴിച്ചു വെച്ചു. പിന്നെ ഇത് അജ്മീർ ചോറ് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും അവൻ്റെ കയ്യിലൊക്കെ കൊടുത്തു വിട്ടതാണ്. ആ വലിയ കവറിലുള്ളത് നമ്മുടെ ബസ്സിൽ സ്ഥിരം കയറുന്ന ഒരു ചേച്ചി കൊടുത്തു വിട്ടതാണ് ഈ കടയിൽ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ചേച്ചിയുടെ കുട്ടികളാണ് നമ്മുടെ ഇവിടെ രാവിലെ കണിക്കൊന്നൊക്കെ പറിക്കാൻ വന്നത് കേട്ടോ. അങ്ങനത്തെ വൈകിട്ടായപ്പോഴത്തേക്കും ചായയൊക്കെ വെച്ച് കുടിച്ചു.